ചരിഞ്ഞു എന്തോന്നു ഇതിന്റെ മോളിൽ കൂടെ അടിക്കണ്ട. ചില സമയത്ത് താഴെ കൂടെ ചില സാഹചര്യത്തിൽ അടിക്കേണ്ടി വരും. കാറ്റും അമ്മാവാ. ഇപ്പഴത്തെ കൈ കൊണ്ട് ഈ സൈഡിലോട്ട് ലുക്ക് കൊടുത്തത്. നീ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങോട്ട് ലുക്ക് കൊടുത്തത്. എന്നാലും ആ ബേബി ചെയ്ത കാര്യം ഒരു വാക്ക് പറഞ്ഞിട്ട് പോണ്ടേ. അവർക്ക് ജോലി ഇഷ്ടപ്പെട്ടാണല്ലോ അതല്ലേ അവര് പോയത്. ഈ ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുതലാളിയോട് പറയണ്ടേ. അത് പിന്നെ പറയാണ്ട് പോകാൻ പറ്റുമോ? അത് ഭയങ്കര മോശമായി പോയില്ലേ? അങ്ങനെ കാണിക്കാമോ? പോയൊരു പോട്ടെ അമ്മാവ, ഇനി വിളിക്കാനൊന്നും പോണ്ട. അമ്മാവൻ കളിക്കുവാ. എന്താണ് കാരണം നമുക്ക് അറിയണ്ടേ? അല്ലേ അറിയണ്ടേ? അത് ഉള്ളതാ എനിക്കും തോന്നുള്ളേ. എന്തായാലും അവര് പോയില്ലേ. അത് ശരി. ഓടിക്കളി അമ്മാവാ. അവിടെയും ഇവിടെയൊക്കെ അടിക്കാനല്ല. നീ എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നിടത്ത് അടിക്കണ്ടേ? അവിടെ അടിച്ച പിന്നെ കളി എങ്ങനെ ഉഷാറ്? അമ്മ ഓടി കളിച്ചു അങ്ങോട്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിക്കണം. നിന്റെ പ്രായമല്ല. നിന്നെ പോലെ ചോര തിളച്ചിരിക്കുന്ന സമയമല്ല. വയസ്സായി ഞാൻ. അമ്മാവ ഈ കളി കളിച്ചാൽ പ്രായം പകുതിയായിട്ട് കുറയും. ഇത്രയും പ്രായം എനിക്ക് കുറയണ്ട. എന്തായാലും ഞാൻ എടുത്ത് തന്നേക്കാം. ആ ഇനി നേരെ കളിച്ചില്ലെങ്കിൽ കളി എന്ത് മടിയല്ലേ. എടി മര്യാദ കളിക്കണം. നിർത്തി. അത് ശരിയല്ല. വേണ്ട നിർത്തി. എനിക്ക് ഇത്രയും പ്രായം കുറഞ്ഞാൽ മതി. ഇനിയും ഞാൻ കളിച്ചാൽ പ്രായം ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകും. ഞാൻ ഇല്ലാതായിപ്പോ. ഇവിടെ എന്തോന്ന് ഞാൻ നല്ല ഫോട്ടോസ് എടുത്ത് കൊടുത്ത ആണാ? എൻ്റെ കൂടെ ഫോട്ടോ എടുക്കും. ഫോട്ടോ അമ്മാവന്റെ പിന്നെന്താ എടുക്കട്ടെ. ഒരു കാര്യം, ഫാസ്റ്റ് ഫാസിനെ പോലെ ഇരിക്കും. ഫഹദ് ഫാസിലാ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ല. അതിന്റെ അപ്പുറം ശരി ചെത്തല്ലേ. ഈ പാന്റ് ഷർട്ട് എവിടെ നിന്നാ പുതിയത്? ഇത് പുതിയതല്ല, പഴയതാണ്. നേരത്തെ മുതലാളി തന്നിട്ട് പോയതാണ്. ഇതാ പിന്നെ ഇതൊക്കെ എന്തിനെടുത്ത് വെച്ചിട്ട് സ്റ്റൈലാ. അതുകൊണ്ടല്ലേ എടുത്തിട്ടിരിക്കണം. എന്തിനു പെട്ടിക്കകത്ത് മടക്കി വെച്ചിരിക്കണം. അത് ഞാനും അന്വേഷിച്ചു കിട്ടി. കേട്ടി വെച്ചോണ്ടിരുന്നോ? ഫോട്ടോ എടുക്ക്. ബാക്ക്ഗ്രൗണ്ടിൽ മാറി. ഞാൻ കളിക്കില്ല. ഫോട്ടോ എടുക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ കയറി നിന്നോളൂ അറിഞ്ഞോണ്ട് അടിക്കാതെ നിൽക്കണോന്ന്. ഇങ്ങനെ അത് കലക്കി. നീ സൈഡിലോട്ട് ഇങ്ങനെ മുഖം കാണില്ല. കുറച്ച് നീങ്ങി. അതന്നെ നിന്റെ സ്കെച്ച് പെൻ ഇല്ല? മാർക്കറോ? അതും ഇല്ല. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു ചാർട്ട് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതിനാണ്. നീ അവളോടും ചോദിച്ചു നോക്കി. ചാരുവിന്റെ അടുത്ത്. അടിപൊളി. നീ ചെന്ന് ചോദിക്കും. അവളുടെ കയ്യിൽ കാണും. ഒന്ന് ചോദിച്ചു നോക്ക് പ്ലീസ്. ചോദിക്കടേ പ്ലീസ്. ചോദിച്ചു നോക്ക് പ്ലീസ്. ചാരു എടി നിന്റെ കയ്യിൽ മാർക്കർ ഉണ്ടോ? ഉണ്ട്. ഒരെണ്ണം തരൂ. 3 കളർ മാർക്കർ ഉണ്ട്. ഒരെണ്ണം എന്താ? ആർക്കാ? നിനക്കെന്തിനാ മാർക്കർ? എനിക്കല്ലേ ദാണ്ട് ഇവക്ക്. വേണ്ടവൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. ഡി അല്ല എന്റെ മര്യാദ. വന്ന് ചോദിക്കട്ടെ. ഡി ചോദിക്കപ്പോ. അതെ ഒരു മിനിറ്റ്. അമ്മ സൂപ്പർ ആയിട്ടില്ലേ? ഇത് നാളെ ഫേസ്ബുക്കിൽ അത് നമുക്ക് ഫേസ്ബുക്കിൽ ഇടാം. ഇത് നമുക്ക് കവർ പിക്ക് ആയിട്ട് ഇടാം അല്ലേ? ആ മാർക്കർ ഒന്ന് തരുമോ? ഏത് മാർക്കർ? ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ മാർക്കർ? എടി ഞാൻ ചുമ്മാ പറഞ്ഞ എന്റെ മാർക്കർ ഒന്നുമില്ല. നീ ചുമ്മാന്ന് പറഞ്ഞാണ് ഇത്രയും ചാട കാണിച്ചത്. ചാരു ഇല്ലെങ്കിൽ ഇല്ലെന്നൊക്കെ പറഞ്ഞാ പോരായിരുന്നോ? അല്ലോ അവളെ വിളിച്ചിട്ടല്ലേ നീ പറഞ്ഞ മാർക്കർ ഉണ്ടോ ചോദിക്കാൻ? സ്വയം വന്ന് ചോദിക്കണ്ടായിരുന്നോ? എന്നാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാ നിങ്ങൾ വീണ്ടും വഴക്കൂടാൻ പോവാണോ? ഞാൻ വഴക്കൂടൊന്നും. പിന്നെ എന്തോന്ന് അമ്മാവാ അമ്മാവൻ കേട്ടല്ലേ? അവളാണ് ഇവൾക്ക് വേണ്ടി വന്ന് ചോദിക്കണ്ടേ? എന്റെ അടുത്ത് എന്താന്ന് ചോദിക്കണ്ടേ? അമ്മാവ കേട്ടല്ലേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ചാട കാണിച്ചത്? എനിക്ക് വയ്യ നിങ്ങളെ കാര്യം ആലോചിച്ചിട്ട്. നിന്റെ മാർക്കർ ഉണ്ടാ? എൻ്റെ ഇല്ല. ഇല്ല, തീർന്ന്. വഴക്കൂടാ. പോ അങ്ങോട്ട് പോയി. മാർക്കർ ഉണ്ടെങ്കിൽ കൊടുക്ക്. എൻ്റെ മാർക്കർ ഒന്നുമില്ല. കൊടുക്ക്. അവൾ ഇത്രയും ചോദിച്ചല്ലേ നിന്റെ അടുത്ത്. കൊടുക്ക്. ഒരെണ്ണം കൊടു പ്ലീസ്. അകത്തങ്ങാനുണ്ട്. പോയെടുത്തു. ഇപ്പോൾ എടുക്കോ പോ. എടി അകത്താ ഡ്രോയറിൽ ഇരിപ്പിട്ട് പോയെടുത്തോളാൻ. ഇനി ഒന്ന് മാർക്കർ നടന്നു വരുമായിരിക്കും. എന്തുവാ അല്ലേ?
മാർക്കർ കിട്ടിയില്ലേന്ന്. കിട്ടി. പിന്നെന്തിനാ ഇവിടെ കിടന്ന് വീണ്ടും വീണ്ടും പരതണത്? എന്ത് എന്താ എനിക്കൊരു കള്ള ലക്ഷണം? ചാരു നീ ചുമ്മാ ഇൻസൾട്ട് ചെയ്യല്ലേ. നിന്റെ ഒരു സാധനം അടിച്ചു പറഞ്ഞിട്ട് ഗതിയോടെ എനിക്ക് വന്നിട്ടില്ല. ആ ഇപ്പൊ മനസ്സിലായി. എന്ത്? ദേ ഇവിടെ ഞാൻ എന്റെ ഡയമണ്ട് റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിയത്? മാങ്ങാത്തോലി ഇഞ്ഞെടുത്താ അതിനൊരു കുന്തം ഉണ്ടായിരുന്നില്ല. പാളിപ്പോയല്ലേ. എടി സെലിനെ, ആ ചാരു നമ്മൾ ഉദ്ദേശിച്ച ആളല്ലേ കേട്ടോ. എന്നുവെച്ചാ എടി അവിടെ റൂമിൽ എനിക്കൊരു സാധനം കിട്ടി. ഇതല്ലേ മാർക്കർ? മാർക്ക് പെണ്ണൊന്നും അല്ല. പിന്നെ ഇതെവിടെ? എടി ഇത് അവിടെ റൂമിൽ നിന്ന് ആ ഡ്രോയിന്ന് എനിക്ക് കിട്ടിയതാ. അവള് പഠിച്ച കള്ളി തന്നെ കേട്ടോ. നമ്മുടെ മുന്നിൽ എന്താ അഭിനയം, പ്രേമോ ഇല്ല, ഒരു മണ്ണാങ്കട്ട ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ മുറക്കി നടക്കുന്നുണ്ട്. അല്ല എന്ത് കാര്യങ്ങള്? ഇത് വെച്ച് എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്? അതൊക്കെ തന്നെ. ഒന്ന് പോടി എണീറ്റ്. എനിക്ക് തോന്നുന്നില്ല. എന്താ നിനക്ക് തോന്നാത്തത്? അവൾക്ക് എന്താ ഇത് ചെയ്താലും കുഴപ്പം? അവിടെ എന്താ ഉള്ള കുട്ടിയാണോ? എടി അവളുടെ ക്യാരക്ടർ അവൾ അങ്ങനെയൊക്കെ ചെയ്യൂടി. പിന്നെ അവൾ എന്തിനാ ഇത് വാങ്ങിച്ചു വെച്ചേക്കുന്നത്? ബലൂണ് പോലെ വീർപ്പിച്ച് പറത്തി കളിക്കാനോ? ഇത് അവളുടെ ആണെന്ന് നിനക്ക് എത്ര ഉറപ്പ്? അവളുടെ റൂമിൽ വേറെ ആരൊക്കെയുണ്ട്? അവളുടെ റൂമിൽ കാർത്തുവാണുള്ളത്. എന്തായാലും കാർത്തുവല്ല, പിന്നുള്ളത് ദേയാണ്. അവളെങ്ങനെ ചെയ്യുമോ? ചിലപ്പോൾ അവളായിരിക്കും. അവളല്ലേ ഇപ്പം എന്താ ബാംഗ്ലൂരൊക്കെ പോയിട്ട് വന്നത്. ശരിയാ, അവളായിരിക്കുമോ? അവളാവാനാണ് ചാൻസ്. എന്നാ നീ വാ, നമുക്ക് അവിടെ പോയി ചോദിച്ചു നോക്കാം. നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? ഈ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യം എന്തിനാണ് നീ വെറുതെ ഇടപെടുന്നത്? ഇടി ഇടപെടുന്നതല്ല, ഇതിപ്പോൾ നമ്മൾ അവളെടുത്ത് പോയി ചോദിച്ച സത്യാവസ്ഥ പറഞ്ഞാൽ ചാരു അല്ലെന്ന് തെളിയുമല്ലോ. അല്ല ഇപ്പൊ ചാരുൻ്റെ ആണെങ്കിൽ എന്താ പ്രശ്നം? അവൾക്കും ഇല്ല അതിന്റെ ഫ്രീഡം ഒക്കെ. അല്ല അളിയ, എങ്കിലും ഇതൊക്കെ അറിയാൻ എനിക്കൊരുത്തു വരാം. നീയേ അസൽ ടിപ്പിക്കൽ മല്ലുകളാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ എന്താ ഒരു സുഖം. അളിയ, നീ ഇത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പോടി എണീറ്റ്. ഓ, അപ്പൊ ഇതൊന്നും ഇല്ലാണ്ടാണ് അളിയന്റെ പരിപാടിയല്ലേ? ഒന്ന് എടുത്തോണ്ട് പോടിയാണ്. എന്തോന്നു? COM സ്വന്തം, DOM തം, സ്വന്തം. ഇതെന്തോ നോക്കലേ സ്വന്തം? ഇത് ഇവരുടെ സ്വന്തം അമ്മാവാ. അത് മനസ്സിലായി. ഇത് സാധനം എന്തോന്ന്? അത് തലവേദനയ്ക്കുള്ള മരുന്ന്. ഇവളെപ്പോഴും ലാപ്ടോപ്പിലല്ലേ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ തലവേദന വരുന്നു. സോ അതിന് വേണ്ടി വാങ്ങിച്ച മരുന്നാ. പുതിയ മരുന്നായിരിക്കും, അതാണ് പേരെനിക്ക് പിടികിട്ടാത്തത്. സ്വന്തം കൊള്ളാം. തലവേദനയ്ക്ക് ബെസ്റ്റ് മരുന്നല്ലേ? പിന്നെ നല്ല മരുന്നാ. ആണാ? പിന്നെ അപ്പോഴേ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് തലവേദന വരുന്നു എന്നൊരു സംശയം. കുറച്ച് മരുന്ന് എനിക്കൊരു. അയ്യോ, അമ്മാവനത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് പെൺകുട്ടികളുടെ മരുന്നാ, ലേഡീസ് സ്പെഷ്യൽ. ലേഡീസ് സ്പെഷ്യൽ? തലവേദന മരുന്നിലും പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നൊക്കെ ഇറങ്ങിയ പുതിയ കാലമല്ലേ അമ്മാവ, അതാ. പോയ പോക്കേ. വച്ചോ നിങ്ങളെ സ്വന്തം. പിന്നെ ഞാൻ മാർക്കറ്റ് വരെ പോവാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, എന്തെങ്കിലും സാധനം വാങ്ങിക്കണോ? 2 പാക്കറ്റ് മാഗി. മാഗി വേറെ ഒന്നും വേണ്ടല്ലോ? എന്നാ ശരി. മണമൊന്നുമില്ലല്ലോ. പുതിയ മരുന്നല്ലേ അമ്മാവ, അതാ. വില കൂടിയ മരുന്നായില്ല, അതാണ് മണക്കാറ്. വില കൂടിയ മരുന്നിനൊന്നും ഇങ്ങനെ മണം കാണൂല. സ്വന്തം പോലും. അമ്മാവൻ ഇംഗ്ലീഷ് വായിക്കരുത്, നന്നായി. നീ വാ, നമുക്ക് അതീ ഒന്ന് ചോദ്യം ചെയ്യാം. എനിക്ക് കുറെ പണിയുണ്ട്, നീ പോയി ചെയ്യിപ്പോ. ഓ, അവളില്ലേ ജോലിക്കാരി. എന്താ പരിപാടി? ഓ, ഒന്നുമില്ല, വെറുതെ ഇരിക്കണം. ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ? ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അവർ പറിക്കാന്ന് പറഞ്ഞു. ഓക്കെ. ഇയാൾ എത്ര പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ടുണ്ട് ഇന്റർവ്യൂവിനല്ലാണ്ട്? 1-2 വട്ടം. അവിടെയൊക്കെ ചെന്നിട്ട് എന്താ പരിപാടി? പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ല, ഈ ഫ്രീക്ക് പയ്യന്മാരുടെ കൂടെ കറങ്ങാനൊക്കെ പോകാറുണ്ടോ? അവന്തി എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല, ഈ ചെക്കന്മാരുടെ കൂടെ മോശമായിട്ടൊക്കെ പോകാറുണ്ടോ? അവന്തി അനാവശ്യം പറയരുത്, ഞാൻ അങ്ങനെ പോകുന്ന ആളൊന്നുമല്ല. ഇത് പിന്നെ എങ്ങനെ തൻ്റെ റൂമിൽ എനിക്ക് കിട്ടുന്നത്? എന്തുവാ ഇത്? കോണ്ടം. ഓ, അപ്പൊ നിനക്ക് ഇത് അറിയാം എന്താണെന്നുള്ളത്. ഇത് എനിക്ക് നിന്റെ റൂമിൽ നിന്നാണ് കിട്ടിയത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ആ റൂമിൽ ആരാ ഇത് ഉപയോഗിക്കുന്നത്? എനിക്കറിയില്ല റൂമിൽ എങ്ങനെ വന്നെന്ന്. എൻ്റെ മുന്നിൽ കൂടുതൽ നാടകം കളിക്കില്ല കേട്ടല്ലോ.
ഇവിടെ കുറച്ച് ഡീസന്റ് ആയിട്ട് പെൺകുട്ടികൾ താമസിക്കുന്നത്. ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എന്റെ പൊന്നവന്തിക്ക് എനിക്ക് അറിയില്ല ഇതെങ്ങനെ റൂമിൽ വന്നു. എന്തായി എല്ലാം കിട്ടിയാ? അവളുടെ അല്ലെന്ന് അവള് പറയുന്നത്. അമ്മയാണ് ഇത് എന്റെ അല്ല. ഇപ്പൊ നീ വിശ്വസിച്ചല്ലോ, ഇനിയെങ്കിലും ഉറപ്പിക്കാം ഇത് ചാരുവിന്റെ തന്നെയാണ് എന്റെ പൊന്നു സെലിനെ. എടി എനിക്ക് തോന്നില്ലേടി, നീ തന്നെ നോക്കി ലവിന് ഇത്ര വിറക്കുന്ന അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അവൾക്ക് ലവിനോട് മാത്രമല്ലേ എതിർപ്പുള്ളൂ. എന്നെ ഇനി ഉപദേശിക്കാൻ അങ്ങോട്ട് വരട്ടെ, മൂക്കിടിച്ച് ഞാൻ പരത്തും. ആരാ? ചാരുലത. അതല്ല, നിങ്ങൾ ആരാന്ന്? ഞാൻ അജു, ഡയറക്ടറാണ്. ചാരുലത എന്ന് കാണാൻ വേണ്ടി. എവിടുത്തെ ഡയറക്ടർ? ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ ഡയറക്ടർ. ഓ, അതല്ലേ ചാരു? ചാരത്തുണ്ട്. താൻ വന്നോ? എന്താ ഇവിടെ തന്നെ നിന്നളഞ്ഞ്? അല്ല, ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടു. എടാ അമ്മാവനോട്. അമ്മ എന്തോ സൂപ്പർ മാർക്കറ്റിൽ എന്തോ പോയി വെളിയിൽ. അതല്ലേ, ഞങ്ങൾക്ക് ചെറിയൊരു ഡിസ്കഷൻ ഉണ്ട്. എടാ നീ അകത്തേക്കോ. ഓക്കെ. ശരി. അല്ല, ബാ 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 ബാ. ഡിസ്കഷനോ? എന്ത് ഡിസ്കഷൻ? ശരി, വർക്കിന്റെ എന്തെങ്കിലും ഡിസ്കഷൻ ആയിരിക്കും. വർക്കിന്റെ ഡിസ്കഷൻ ആണെങ്കിൽ അവൾ എന്തിനാ അമ്മാവനെ ചോദിക്കുന്നത്? എടി അത് വെറുതെ ചോദിച്ചായിരിക്കൂടി. വെറുതെ ചോദിച്ചതല്ല, ഇത് മറ്റേ സെറ്റപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ അവളിങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അമ്മാവൻ ഇവിടെ ഇല്ലെന്ന് ചോദിക്കില്ലല്ലോ. എടി നീ അവൾ ഉടക്കൊക്കെ ശരി തന്നെ എന്ന് പറഞ്ഞ അവളെ പറ്റി ഈ മാതിരി കൂറ ഡയലോഗ് ഒന്നും അടിക്കില്ല ഇത്. ശരി, ആയിക്കോട്ടെ, നമുക്ക് കാണാലോ എന്താ നടക്കാൻ പോകുന്നത്. അല്ല, അവൾ ഇനി അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും. ആണെങ്കിൽ എന്താ, ഇക്കാലത്ത് അതൊക്കെ സാധാരണ ഇല്ലേ? അല്ല അത് ശരിയാണ്. നിനക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? ഓപ്പണിംഗ് സീൻ. ഇതെന്താണോ ഫ്രെയിം? ഫ്രെയിമൊക്കെ ഞാൻ നോക്കിക്കോളാം. താ സ്ക്രിപ്റ്റിൻ്റെ ആരും നോക്കിയാൽ മതി. അല്ല പിന്നെ അതിരാവിലെ പുൽക്കൊടിലും വാഴക്കൊമ്പിലും ഒക്കെ മഞ്ഞ് തുള്ളി ഇറ്റിറ്റ് വീഴുകയാണ്. എങ്ങനെ? ഇറ്റിറ്റ് സൈഡിലോട്ട് ഇറ്റിയാൽ മതി. ഇറ്റിറ്റ് വീഴുകയാണ്. അപ്പോൾ ഒരു ചുരിദാറൊക്കെ ഇട്ട് ആ വയൽവരമ്പിലൂടെ നടന്നു വരുന്നത് നമ്മുടെ നായിക മാളു. മാളുവാ? കളഞ്ഞില്ലേ? തനിക്ക് വല്ല ന്യൂജൻ പേരും കണ്ടുപിടിച്ചില്ലേ? മാളു എന്ത് പഴയതാടോ? ഈ മാളു എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ പേരാണ്. അത് കലക്കി. അപ്പൊ താനും മറ്റേ ലവ് ഫെയിലിയർ ഐറ്റം ആണല്ലേ? അതെ. എന്നിട്ട് ആ പെൺകുട്ടി ഇപ്പൊ ഇവിടെ ഉണ്ട്. അവിടെ കല്യാണമൊക്കെ ഫിക്സ് ആയി. നല്ല അടിപൊളി ഒരു പയ്യനെ കിട്ടും. പിന്നെ അവർക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ആണ് ഈ സാധനം. അതെ അല്ലേ? ആ, ബാക്കി വായിച്ചു. എടോ, നമുക്കപ്പോ ഇതൊരു ഓർഡറിൽ ചെയ്യാം. അപ്പൊ അതിൻ്റെതായ ഒരു സുഖം ഉണ്ടാവില്ല. മതി, ആർക്കാ ധൃതി? നമുക്ക് ഓർഡറിൽ തന്നെ ചെയ്താൽ മതി. അത് മതി, എന്നാലേ സൂചിക്കൂ. അത് മതി. അതെ അതെ, അതങ്ങനെ നോക്കാം. ഓക്കെ. എന്തോന്ന് നീ കേട്ടോ? ഇത് മറ്റേതല്ലേ? അവിടെ കേമി ഇങ്ങോട്ട് വന്നേ. അവരെന്താന്ന് വെച്ച് ചെയ്യട്ടെ, ഇങ്ങോട്ട് വാ. താൻ ഇങ്ങനെ അമ്മാവന്റെ പുറകെ നടന്നോ? അകത്തൊരാൾ അമ്മയാകാനുള്ള തയ്യാറെടുപ്പില്ല. മനസ്സിലായില്ലേ? മനസ്സിലായിക്കോളും വഴിയേ. കാര്യം പറ, എന്താണ് സംഭവം മനസ്സിലായില്ലായിരുന്നു. വേറെ ആള്, തന്റെ ആള് തന്നെ. അകത്തൊരു ചെറുക്കനുമായിട്ട് കീറിട്ട് കുറെ നേരമായി. എന്തോ ഡിങ്കോൾ എവിടെ കയറി? ബ്രോ അവള് ചുമ്മാ പറഞ്ഞേ ബ്രോ. അവളെന്തോ ഡിസ്കഷൻ സംസാരിച്ചോണ്ട് ഈ വർക്കിന്റെ. അതാ എനിക്ക് തോന്നി ചുമ്മാ തള്ളല്ലേ അളിയാ? ഇവിടെ പോയി ചുമ്മാ സ്റ്റെപ്സ് മുട്ടായ പൊട്ട കോണ്ടോ ഇത്? ആ, ഇത് അവള് റൂമിൽ നിന്ന് കിട്ടിയതാ, ഡ്രോയിന്ന്. അവക്ക് എന്തിനാ ഇത്? പറ. താൻ ഇങ്ങനെ അവളുടെ പുറകെ ഒലിപ്പിച്ച് നടക്കുന്നൊക്കെ വെറുതെയാ. സത്യം പറ, ഇന്ന് ഏപ്രിൽ 1 നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് പറയുന്നില്ല. പറ്റിക്കാൻ പറഞ്ഞതാണോ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ഇപ്പൊ അവൾ അകത്ത് ഇറങ്ങി വരുമല്ലോ. ഡയറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്റെ ചാരും അങ്ങനെയൊന്നുമല്ല പറയുന്നു. ഈ സമയം എടുത്താലും കഴിഞ്ഞ്. നീ എന്താ നീ ഇപ്പൊ എന്തിനു ഇവിടെ വന്നു? നീ എന്തിനു ഇവിടെ വന്നു പറ. അല്ലെണ്ണ ഈ കഥ പറയാൻ വേണ്ടി വന്നതാ. നീ കഥ പറയായിരുന്ന കഥ കാണിച്ചു കൊടുക്കാറുന്ന അത് ഇത്രയും വേർതിരിക്കേ. ഈ കഥയെല്ലാം കൂടെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് വേർത്ത് പോയാ? എടാ, ഇത് ഈ കഥ ചെയ്യണില്ലാന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ 50 വട്ടം പറഞ്ഞ. പിന്നെ നീ ഇപ്പൊ എന്തിനാ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? അണ്ണം വിട്ടപ്പോ അത് ഞാൻ പിടിക്കാന്ന് വിചാരിച്ചു. അണ്ണം വിട്ടതെല്ലാം നീ പിടിക്കോടാ. അണ്ണം വിട്ടത് പിടിക്കാനാണ് നീ നിൽക്കണത്. നീ നിനക്ക് ഞാനാണ് അവളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് നീ ഇവിടെ വരാൻ പാടില്ല. അത് നിന്റെ തെറ്റാണ് നീ ചെയ്തത്. അണ്ണ ഇത് ഞാൻ ഡയറക്റ്റ് എന്ന് പറഞ്ഞപ്പം നമ്മുടെ ചാരു പറഞ്ഞത് ക്യാമറ ചെയ്ത് തരാമെന്ന്. ഒന്നുകൂടെ പറ. നമ്മുടെ ചാരു പറഞ്ഞത് ക്യാമറ ചെയ്ത് തരാമെന്ന്. ചാരു അല്ലേ? ചാരു വരെ അങ്ങനെ വരെ ആയി കാര്യങ്ങൾ. ഞാൻ മാത്രം ഒന്നും അറിയണില്ല. ഞാനല്ലാതെ വേറെ ആരും അവളെ ചാരു എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല.
നീ എന്തിനിവിടെ വന്നെന്നുള്ള എനിക്കറിയണം. നിനക്ക് ഞാനാണ് അവളെ പരിചയപ്പെടുത്തുന്നത്. ഇനി മേലെ നിന്നെ ഇവിടെ എങ്ങാനും ഞാൻ കണ്ടെന്ന് ഞാൻ അറിഞ്ഞ പേടിച്ചോണ്ടല്ല, നിനക്ക് അറിഞ്ഞൂടാ, നിനക്ക് എന്റെ സ്വഭാവം Stop it. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മനു ആളെ വിട്ടേ. ഇപ്പൊ എന്താ വിളിച്ച അയാളെന്നാ? അപ്പൊ അതുവരെയൊക്കെ ആയി കാര്യങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ട് ചാരു, അവിടെ നിന്ന് ഇങ്ങോട്ട് അയാൾ. ഞാൻ മാത്രമാണ് എല്ലാം അറിയാൻ വൈകിപ്പോയത്. അടിപൊളി. നിനക്ക് എന്താണ് വേണ്ടേ? ഞാനല്ലേ ചാരു ഇവനെ നിനക്ക് പരിചയപ്പെടുത്തിയത്. So what? So what? ഇവന്റെ വർക്ക് ചാരു ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ട്. രാജു, നിന്നെ കുറിച്ച് എങ്ങനെ കരുതിയില്ല. നീ കുനിഞ്ഞു നിന്നാ കൂമ്പിനിട്ടിരിക്കണവനാണെന്നുള്ള കാര്യമേ ഞാൻ അറിയാൻ ഇച്ചിരി വൈകിപ്പോയടാ. നിന്റെ വർക്ക് അടിപൊളി. നീ ഇതിനകത്ത് ഇരിക്കൂലല്ലോ, നീ എപ്പോഴും നീ വെളിയിലോട്ട് ഇറങ്ങൂല. എന്താ അണ്ണൻ്റെ എൻ്റെ ബായിന്നൊന്നും കേൾപ്പിക്കില്ല, പെമ്പിളരിക്കണ്ട കേട്ടാ. നിനക്ക് എൻ്റെ സ്വഭാവം അറിഞ്ഞൂടാ. പക്ഷെ ചാരു സൂപ്പർ, അടിപൊളി. എല്ലാവരും ഇവരൊക്കെ ഓരോന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പോഴെനിക്ക് എല്ലാം ബോധ്യമായി. നീ ഇറങ്ങും, നീ വെളിയിലോട്ട് ഇറങ്ങും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. എടോ താൻ പൊക്കോ, ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിക്കാൻ പൊക്കോ. ആ ഇതാ പറയുന്ന സെലിനെ, ചില പൂച്ചകൾ പാല് കട്ടേ കുടിക്കൂന്ന്. നിനക്കെന്തിനി പ്രശ്നം? എന്ത് പ്രശ്നം? ചിലരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചു വീണ കാര്യങ്ങൾ പറഞ്ഞതാ അല്ലേടി? എന്തേലും ഉണ്ടല്ലേ മുഖത്തൊക്കെ സംസാരിക്കും. എന്താ ഇത്? ഇത് കോണ്ടോ അല്ലേ? കോണ്ടോ അല്ലേന്നോ? ഇതെങ്ങനെ നിന്റെ റൂമിൽ വന്ന? ഇതേ ഞാൻ നീ ഉദ്ദേശിക്കുന്ന ആവശ്യത്തിന് വാങ്ങിച്ചല്ല, പിന്നെ ഞാൻ എൻ്റെ വർക്കിന്റെ ആവശ്യത്തിന് വാങ്ങിച്ചത്. ആ വർക്കിന്റെ കാര്യം തന്നെ ഞാനും പറഞ്ഞത്. എടി എടി കൂടുതൽ കയറി പറയാണ്ട് ഞാൻ പറയണേക്കടി. എടി നമ്മുടെ സിനിമയിലൊക്കെ വെടി വെക്കണ സീനില്ല, ഇപ്പൊ എന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞോട്ടെ. എന്റെ ടെമ്പർ വെറുതെ കയറുന്നുണ്ട്. ചുമ്മാ ഇരിക്കും, ആദ്യം പറയട്ട്. നീ പറ. എടി ആ വെടി വെക്കണ സീനില്ലേ, നമ്മൾ ഇതിനകത്താണ് ബ്ലഡ് സ്റ്റഫ് ചെയ്തിട്ട് വെക്കുന്നത്. സോ അതിന്റെ ആവശ്യത്തിന് വേണ്ടി ബാക്കി ഉണ്ടായിരുന്ന സാധനം എന്റെ ബാഗ് കൊണ്ട് അവർ ഇട്ടതാ. ഇത്ര ഉള്ളു കാര്യം. ഇതൊന്നും അത്ര വിശ്വസനീയമായ കഥയല്ല സെലിൻ മോളെ. ആണോടി? എന്നാ നീ വിശ്വസിക്കണ്ട, ഇതാണ് സത്യം. മതിയായില്ല, എനിക്ക് വിശ്വാസമില്ല. നീ വിശ്വസിക്കണ്ട. എടി നീ മനുവിന്റെ അടുത്ത് എന്താ പറഞ്ഞ? ഞാനെന്ത് പറഞ്ഞു? സത്യം പറഞ്ഞോ? മനു ഇവിടെ നിന്നിട്ട് പറഞ്ഞല്ലോ എന്തോ നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോ അതൊന്നും വിശ്വസിച്ചില്ല, അങ്ങനെ എന്തൊക്കെയോ. മനു അങ്ങനെ പറഞ്ഞോ? ഞാൻ കേട്ടില്ലല്ലോ. എടി പുല്ലേ, ഞാനും ആ പയ്യനും തമ്മിൽ എന്തൊക്കെയാണോ നീ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞോ? അല്ല അകത്തു നിന്ന് നീ ഇതൊക്കെ എങ്ങനെ കേട്ടു? കണ്ടാ, അപ്പൊ നീ പറഞ്ഞില്ലേ? എടി എടി ഇവിടെ കളിക്കല്ലേ.